ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സിൽവാലി ചാനലിന്റെ വചനദീപം എന്ന വചന ശുശ്രൂഷയിലേക്ക് സ്വാഗതം. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 11 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, യേശു കർത്താവും ശിഷ്യന്മാരും ശമരിയിൽ നിന്നും യെരൂശലേമിലേക്കുള്ള യാത്രയിൽ ശമരിക്കും യെരൂശലേമിനും ഇടയിൽ 10 കുഷ്ഠരോഗികൾ കർത്താവിനെ കണ്ടിട്ട് നിലവിളിച്ചുകൊണ്ട് അവന്റെ അടുക്കൽ വന്ന്, ഞങ്ങൾക്ക് സൗഖ്യം നൽകണമേ എന്ന് യേശുവിനോട് പറയുകയുണ്ടായി. 10 കുഷ്ഠരോഗികളെ കണ്ട മനസ്സിൽ കർത്താവ് 10 പേർക്കും സൗഖ്യം നൽകുവാനായിട്ട് ഇടയായി. എന്നാൽ അതിന്റെ താഴേക്ക് വായിക്കുമ്പോൾ ഏറ്റവും ഒടുവിലത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയും, അവരിൽ ഒരാൾ വന്ന് യേശുവിനോട് നന്ദി പറയുന്നതായി വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. നന്ദി പറഞ്ഞ മനുഷ്യൻ ശമരിയക്കാരനായിരുന്നു എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവത്തിൽ നിന്ന് അനേകം നന്മകൾ പ്രാപിച്ചവരാണ് ഞാനും നിങ്ങൾ. നാം ദൈവത്തോട് പ്രാർത്ഥിച്ച, നാം ദൈവത്തോട് അപേക്ഷിച്ച, ദൈവത്തോട് കരഞ്ഞതായ, നിലവിളിച്ചതായ ഒരുപാട് അനുഗ്രഹങ്ങൾ പ്രാപിച്ചവരാണ് ഞാനും നിങ്ങൾ. പക്ഷെ പലപ്പോഴും ആ ദൈവത്തിന് നന്ദി പറയുവാനായിട്ട് നാം സമയം കണ്ടെത്തുന്നില്ല, ദൈവത്തിന് നന്ദി പറയുന്നില്ല എന്നത് ഒരു വസ്തുതയാണ്. പ്രിയമുള്ളവരെ, നമ്മളൊന്ന് ചിന്തിച്ച്, ഒരു അനുഗ്രഹിക്കപ്പെട്ട പ്രഭാവം കണ്ട് പല മേഖലകളിൽ സഞ്ചരിച്ച് പല ആളുകളുമായി ഇടപഴകി പല ആവശ്യങ്ങൾക്കായി കടന്നുപോയി രാത്രികൾ വിശ്രമത്തിനായി നാം നമ്മുടെ ഭവനത്തിലേക്ക് കടന്നു. ഒരു ദിവസം നടത്തിയും നമ്മൾ നന്ദി പറയാമോ? ഒരു ദിവസം നമ്മെ വഴി നടത്തിയ, പരിപാലിച്ച, ആപത്തുകൾ കൂടാതെ, അനർത്ഥങ്ങൾ കൂടാതെ നമ്മെ പരിപാലിച്ച ദൈവത്തിന് നന്ദി പറയാമോ? ഒരു ദിവസത്തിന്റെ രാത്രികൾ സുഖമായി കിടന്നുറങ്ങുന്നതാണ്. പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ, കർത്താവെ, രാത്രിയിൽ എന്നെ പരിപാലിച്ച കർത്താവെ, അങ്ങേക്ക് മഹത്വം, അങ്ങേക്ക് നന്ദി എന്ന് പറഞ്ഞ് നാം നമ്മുടെ ദിവസമാണ്. പലപ്പോഴും നന്ദിയില്ലാതെയായി മാറുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ പരാജയങ്ങൾക്കുള്ള ഒരു പ്രധാന കാരണം. 10 പേര് കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് സൗഖ്യം പ്രാപിച്ചു. ഒരുവൻ മാത്രം മടങ്ങി വന്ന് ദൈവത്തോട് നന്ദി പറയുവാനായിട്ട്. നമ്മുടെ ജീവിതങ്ങളിലും ചില സാഹചര്യങ്ങളിലെങ്കിലും ദൈവം തന്നതിനെ ഓർത്ത് നന്ദി പറയാതെ, ദൈവം തരാത്തതിനെ ഓർത്ത് കുറ്റം പറയുന്നവരല്ലേ ഞാൻ നിങ്ങൾ. നമ്മൾ ദൈവത്തോട് പറഞ്ഞിട്ടില്ലേ, എന്നാലും ഞാൻ പ്രാർത്ഥിച്ചത് എനിക്ക് തന്നില്ലല്ലോ, ഞാൻ പ്രാർത്ഥിച്ച ആ നന്മ എനിക്ക് തന്നില്ലല്ലോ, ഞാൻ പ്രാർത്ഥിച്ച ആ വാഹനം എനിക്ക് തന്നില്ലല്ലോ, ഞാൻ പ്രാർത്ഥിച്ച ആ വസ്തു എനിക്ക് തന്നില്ലല്ലോ എന്ന് നമ്മൾ ദൈവത്തോട് പരിഭവം പറയുന്നവരല്ലേ, ദൈവത്തോട് പിറുപിറുക്കുന്നവരല്ലേ. പക്ഷെ എന്നെ നടത്തിയ ദൈവത്തിന് നന്ദി എന്ന് പറയാറുണ്ടോ? ദൈവം നൽകിയ നന്മകളെ ഓർത്ത് ദൈവത്തിന് നന്ദി നാം പറയണം. ദൈവങ്ങളെ, നമ്മുടെ ജീവിതങ്ങൾ നന്ദിയോടെ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാനായിട്ട് നമുക്ക് കഴിയണം. തരാത്തതിനെ ഓർത്ത് പരിഭവിക്കുവാനല്ല, പരിഭവം പറയുവാനല്ല, തന്നതിനെ ഓർത്ത് ദൈവസന്നിധിയിൽ നന്ദിയുള്ളവരായി തീരുവാൻ നമ്മുടെ ജീവിതങ്ങൾക്ക്. ദൈവം നൽകിയ എല്ലാ നന്മയ്ക്കും നന്ദിയോടുകൂടി ജീവിക്കുവാനായിട്ട് നാം തയ്യാറാകുന്നുവെങ്കിൽ മേൽത്തരമായി അനുഗ്രഹിക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. അപ്രകാരം മേൽത്തരമായ അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നന്ദിയുള്ളവരായി നമുക്ക് ദൈവസന്നിധിയിൽ ജീവിക്കാം, അനുഗ്രഹം പ്രാപിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.